ഹലോ ഗൈസ്, MFXന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് 3 കിഡിലൻ ടൈറ്റിൽ ഗ്രാഫിക്സ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത 3 ടൈറ്റിൽ ഗ്രാഫിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ വീണ്ടും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിനാദ്യമായി ചെയ്യേണ്ടത് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ചെയ്തത്. ആ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഈ ഇമേജ് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം അതെവിടെയെങ്കിലും കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് എന്ന ഓപ്ഷനിൽ പോവുക. ഓവർലേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇമേജാണ് കിട്ടുന്നത്. ഓവർലേ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് അതിനോടതങ്ങ് ഇമേഴ്സായി ഇരുന്നോളും. അതിനുശേഷം ഓവർലേ എന്ന ഓപ്ഷനിൽ പോവുക. മീഡിയയിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതിങ്ങനെ ചെരിച്ച് വലുതാക്കി സൈഡ് വൈസ് ആയിട്ട് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഏത് രീതിയിലാണ് ഇത് വരേണ്ടത് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കുറേ ഓപ്ഷൻസ് നോക്കി. അപ്പോൾ സ്ലൈഡ് റൈറ്റ് കുഴപ്പമില്ലെന്ന് തോന്നി. അത് ഞാൻ ഓക്കെ കൊടുത്തു. അതിനുശേഷം ലെയറിൽ പോവുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ ഫോണ്ടും ഇതിൻ്റെ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഇത് ബ്ലാക്കാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഫോണ്ട് മാറ്റുകയാണ്. അപ്പോൾ ഷാഡോസ് എനിക്ക് വേണ്ടെന്ന് തോന്നി. ഞാൻ ഷാഡോസും റിമൂവ് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ സൈസിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും നമ്മൾ മറ്റേ ബാർ വരുന്നതിനനുസരിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഒരേപോലെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ അത് പ്ലേസ് ചെയ്യുക. അതായത് എവിടെ വന്നാണോ അത് നിൽക്കുന്നത് അവിടെ കൊണ്ടുപോയി അത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ടൈറ്റിൽ ഞാൻ ആഡ് ചെയ്യാണ്. അതായത് ആ സൈഡിൽ ആ ലൈനയിൽ ബ്ലാക്കിൻ്റെ എൻഡിൽ എത്ര ടൈറ്റിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ക്ലാസിക് ടൈറ്റിലാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഞാൻ അടുത്ത ടൈറ്റിലും ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട് ആനിമേഷനും കൂടെ കൊടുക്കേണ്ടതാണ്. അതായത് ആ ബ്ലാക്ക് കളറ് അതെങ്ങനെ ഔട്ടായി പോകണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ അത് റൈറ്റിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കെയിലപ്പ് അത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ സ്കെയിലപ്പ് കൊടുത്തു. സബ്സ്ക്രൈബറിൻ്റെ ഔട്ട് ആനിമേഷനും സ്ലൈഡ് റൈറ്റ് കൊടുത്തു. ഇതിൻ്റെയും കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, അത് ഒരേപോലെ എൻ്റർ ആവുന്നതുകൊണ്ട് ഒരേപോലെ തന്നെ ഫെയ്ഡ് ഔട്ടും ആവുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിനായി നേരത്തെ പോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഞാൻ ബ്ലാക്കാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്നതിന് ശേഷം ഇച്ചിരി ലെങ്ത് കൂട്ടുക. അതിനുശേഷം ലെയറിൽ പോവുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക. അപ്പം ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷൈനിങ് എഫക്റ്റ് കൊടുക്കുന്നതാണ് ടെക്സ്റ്റിന്. നമ്മൾ മിക്ക സിനിമകളുടെയും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഷൈനിങ് എന്ന് പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനനുസരിച്ച് ലുക്ക് വരാൻ വേണ്ടി ഇച്ചിരി സ്പേസ് ഒക്കെ ചെയ്താണ് ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നത്.
എന്നിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്ലേസ് ചെയ്യുക. ഫോണ്ട് കുറച്ച് ലൈറ്റായിട്ടുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഇച്ചിരി ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ കളറൊന്ന് മാറ്റിയാന്ന് വിചാരിച്ചു. ഇച്ചിരി കൂടെ സ്പേസ് വേണം. അതിനുശേഷം ഞാൻ അതിൻ്റെ കളറ് മാറ്റാൻ പോവുകയാണ്. കളറ് ഞാനൊരു സിൽവറാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഇച്ചിരി എൻ്റെ ഒപ്പാസിറ്റിയും കൂടെ ഒന്ന് കുറച്ചു, നൈസായിട്ട് കുറച്ചു. ഒത്തിരി കുറയ്ക്കരുത്, നൈസായിട്ട് കുറച്ചു. അതിനുശേഷം ലെയറിൽ പോവുക, മീഡിയ സെലക്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് സെലക്ട് ചെയ്യുക, അതിങ്ങനെ നേരെ വയ്ക്കുക. എന്നിട്ട് ക്രോപ്പ് എന്ന ഓപ്ഷനിൽ പോവുക. അതായത് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ലെയർ ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ തിന്നാക്കി വയ്ക്കുക. തിന്നാക്കി വെച്ചതിന് ശേഷം മാസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഫെദർ ഹൈയിലിടുക. ഇപ്പോൾ ആ വൈറ്റ് ബോക്സ് മാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് കിട്ടി. നമ്മളിനി ചെയ്യേണ്ടത് ഇത് ഫസ്റ്റിൽ കൊണ്ടുപോയി വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ എഡിറ്റിംഗ് ബാറ് ലാസ്റ്റിൽ കൊണ്ടുപോയി വെക്കുക, എൻഡിൽ. എന്നിട്ട് സോളിഡ് കളർ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഈ കീയുടെ ഇമേജ് സെലക്ട് ചെയ്യുക. ആനിമേഷനിൽ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ആനിമേഷനാണോ വേണ്ടത് അതിനനുസരിച്ച് അത് മൂവ് ചെയ്യുക. എനിക്ക് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെൻ്റ് ആണ് വേണ്ടത്. എന്നിട്ട് പ്ലേസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടില്ല ഫ്രണ്ട്സ്, അത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആനിമേഷൻ കൊടുക്കുന്നത്. ഇനി ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാവും. ബ്ലെൻഡിൽ പോവുക, ഓവർലേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അത് അത്യാവശ്യം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഷൈനിങ് എഫക്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യാമെന്ന്. ആ ടൈറ്റിലിനൊരു സൂം എഫക്റ്റും കൂടെ ആഡ് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഞാനത് ചെറുതാക്കി. അതിനുശേഷം എൻഡിൽ കൊണ്ടുപോയി വെച്ചു, കീ സെലക്ട് ചെയ്തു, ആനിമേഷൻ ആഡ് കൊടുത്തു. എന്നിട്ട് എനിക്ക് വേണ്ട ആനിമേഷൻ ഞാൻ ചെയ്തു. അപ്പോൾ ഈ മെത്തേഡിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് ടൈറ്റിൽ കൊടുത്തു. എല്ലാത്തിനും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നല്ലൊരു ഫോണ്ടും കൂടെ സെലക്ട് ചെയ്യാണ്. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ലെയറിൽ പോവുക. ഒരു വീഡിയോ ഇതിനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ പ്ലേസ് ചെയ്യണം. അതായത് നമ്മുടെ ടൈറ്റിലിൻ്റെ മേളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ബ്ലെൻഡിൽ പോവുക, മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ആ ടൈറ്റിലിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.